ഇംഗ്ലീഷ് ഫിലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷ് കുറച്ചൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? നമുക്ക് ഒരു വിധത്തിൽ സംസാരിക്കാൻ അറിയാം. നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ചിലർ സംസാരിക്കുമ്പോൾ നല്ല രസമുണ്ടല്ലേ കേൾക്കാൻ, നല്ല ഭംഗിയുണ്ട് അവർ സംസാരിക്കുന്നത് കേൾക്കാൻ. അതുകൊണ്ടാ അവർ കോമൺ ആയിട്ടുള്ള ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്, കുറച്ച് അഡ്വാൻസ് ലെവലാണ് ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്ത് നോക്കാം? അഡ്വാൻസ്ഡ് സെന്റൻസസ്. ഇംഗ്ലീഷിൽ നമുക്ക് അതിൽ പാർട്ട് 1 ആണ്. നമ്മളിന്ന് കുറച്ച് സെന്റൻസ് നോക്കും, അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് സെന്റൻസ് നോക്കും. അതായത് സിമ്പിൾ ബേസിക് സെന്റൻസ് നോക്കും, അതിന് നമുക്ക് അഡ്വാൻസ് ആയിട്ട് എങ്ങനെ പറയാം എന്നുള്ള കാര്യങ്ങളൂടെ നമ്മളിന്ന് നോക്കും. അപ്പം അഡ്വാൻസ് ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് എന്താണ് ഗുണം? നമ്മളിപ്പം ഒരു വേദിയിലൊക്കെ സംസാരിക്കുവാണെങ്കിൽ നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് വെർഷൻ ഉപയോഗിച്ചാലല്ലേ നല്ല. നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നതിനെക്കാട്ടിലും നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള സെന്റൻസ് കുറച്ച് പഠിച്ചു വെച്ചിരുന്നാൽ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരുപാട് സംസാരിച്ച് സമയം കളയേണ്ട. ആദ്യത്തെ സെന്റൻസ് ഐ ലൈക്ക് യു എന്ന് തന്നെ നമ്മൾ പറയത്തില്ല, ഐ ലൈക്ക് യു എന്ന് നമ്മൾ പറയത്തില്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഐ ആം ഇൻ ടു യു, ഐ ആം ഇൻ ടു യു എന്ന് പറയാം. ഐ ആം ഇൻ ടു യു. അതായത് ഐ ലൈക്ക് യു നമ്മൾ പറയത്തില്ലേ, നമ്മൾ ചില സമയത്ത് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഐ ലൈക്ക് യു എന്ന് പറയും. അപ്പം ഐ ആം ഇൻ ടു യു എന്ന് പറയാം. അതുപോലെ ഐ ലവ് യു. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് ഐ ലവ് യു എന്ന് നമ്മൾ ലവേഴ്സിന് മാത്രമേ പറയാൻ പാടുള്ളൂ ഒരു ധാരണയുണ്ട്. അത് തെറ്റാണ്. നമ്മളിപ്പം ഫാദറിനോടും മദറിനോടും സിസ്റ്ററിനോടും എല്ലാവരോടും പറയാം. നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നു എന്ന് പറയാൻ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ടുള്ള ഒരു വാക്കാണ് ഐ ലവ് യു എന്ന് പറയുന്നത്. അപ്പം ഐ ലവ് യു നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതിനെക്കാട്ടിയും ഐ ആം ഇൻ ലവ് വിത്ത് യു എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ആം ഡീപ്ലി ഇൻ ലവ് വിത്ത് യു എന്ന് പറയാം. ഐ ആം ഡീപ്ലി ഇൻ ലവ് വിത്ത് യു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഐ ആം ഇൻ ലവ് വിത്ത് യു എന്ന് പറഞ്ഞാലും നല്ലതാണ്. അതാണ് കുറച്ചും കൂടി അഡ്വാൻസ് ലെവൽ അല്ലെ? നമ്മളിപ്പം ഐ ലവ് യു എന്ന് പറയുന്നതിനെക്കാട്ടിയും ഐ ആം ഡീപ്ലി ഇൻ ലവ് വിത്ത് യു. ഇനി നോക്കൂ, ഐ ആം സർപ്രൈസ്ഡ്. ഐ ആം സർപ്രൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും പെട്ടെന്ന് യാദൃശ്ചികമായിട്ട് കണ്ടു, അപ്പൊ നമ്മൾ പറയും ഐ ആം സർപ്രൈസ്. അല്ലെങ്കിൽ പറയത്തില്ല, ഞാൻ നിനക്ക് ഒരു സർപ്രൈസ് തരാനിരിക്കുന്നു. എന്തെങ്കിലും യാദൃശ്ചികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ? പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് സർപ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതുപോലെ എന്തെങ്കിലും കാണുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഐ ആം സർപ്രൈസ്. നമ്മളിപ്പം ഒരു ഫ്രണ്ടിനെ കണ്ടു എന്ന് വെക്കുക. നമ്മൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രണ്ടിനെ ഒരുപാട് നാളായിട്ട് കണ്ടില്ല, പെട്ടെന്ന് എവിടെയെങ്കിലും യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പൊ നമ്മൾ ഐ ആം സർപ്രൈസ്ഡ് എന്ന് പറയും അല്ലെ? ആ സമയത്ത് നമുക്ക് ഐ ആം സർപ്രൈസിന് പകരം എന്ത് പറയാൻ പറ്റും? ഐ ആം അസ്റ്റോണിഷ്ഡ്. ഐ ആം അസ്റ്റോണിഷ്ഡ് എന്ന് പറയാൻ പറ്റും. ഐ ആം അസ്റ്റോണിഷ്ഡ് എന്ന് പറയാൻ പറ്റും. നിങ്ങളും കൂടെ ഒന്ന് പറയണേ. ഇനി ഈ ഐ ആം സർപ്രൈസ്ഡ് എന്നുള്ളതിന് വേറൊരു വാക്ക് കൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതിനൊന്ന് കമന്റ് ചെയ്തേ. ഐ ആം ടയേർഡ്. എപ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് നമ്മൾ തളർന്നു വന്നിരിക്കുമ്പോൾ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറയുവാണെങ്കിൽ നമ്മൾ പറയില്ലേ ഐ ആം ടയേർഡ്, ഞാൻ ക്ഷീണിച്ചു, എനിക്കിനി ഒന്നും ചെയ്യാൻ വയ്യ എന്ന് നമ്മൾ പറയത്തില്ലേ? അതിന് നമുക്ക് ഐ ആം ടയേർഡ് എന്ന് പറയാൻ പറ്റും. പക്ഷേ ആ സമയത്ത് നമ്മൾ എന്താ പറയുന്നത്? അതിന് നമുക്ക് ഐ ആം ടയേർഡ് എന്ന് പറയാതെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് എന്ന് പറയാൻ പറ്റും? ഐ ആം എക്സോസ്റ്റഡ്. ഐ ആം എക്സോസ്റ്റഡ്. മനസ്സിലായോ? ഐ ആം എക്സോസ്റ്റഡ് എന്ന് പറയാൻ പറ്റും. ഐ ആം ടയേർഡ് എന്ന് പറയുന്നതിന് പകരം ഐ ആം എക്സോസ്റ്റഡ്. ഇനി നോക്കൂ, ഐ ആം നെർവസ്. ഐ ആം നെർവസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പം പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ, ഇപ്പൊ ഈവൻ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ നെർവസ് ആവാറുണ്ടല്ലോ. നമ്മൾ തെറ്റിപ്പോവോ, നമ്മൾ പറയുന്നതിൽ മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ നെർവസ് ആവാറുണ്ട്. അപ്പം എന്താ നെർവസ്? അതിനെയാണ് നെർവസ് എന്ന് പറയുന്നത് അല്ലെ? നമുക്കൊരു ഉത്കണ്ഠ വരും അല്ലെ? നമുക്കൊരു പേടി, തെറ്റിപ്പോവുമോ, ഇനി മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പുതിയ സ്പീച്ചിന് പോവാണ്, സംസാരിക്കാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മൾ ഇന്റർവ്യൂവിന് പോവാണ്, അപ്പോൾ നമുക്കൊരു നെർവസ് ഉണ്ടാവും, ഒരു ചെറിയ പേടി. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? നെർവസ് എന്ന് പറയുന്നത്. ഐ ആം നെർവസ്. അതിന് നമുക്ക് എന്ത് പറയാം? ഐ ഫീൽ ആങ്ഷ്യസ്. ഐ ഫീൽ ആങ്ഷ്യസ് എന്ന് പറയാൻ പറ്റും. ഐ ഫീൽ ആങ്ഷ്യസ്. ഇനി ഐ ആം കൺഫ്യൂസ്ഡ്. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യാൻ പോവാണ്, നമുക്ക് ഇത് ചെയ്യണോ അതോ വേറെ എന്തെങ്കിലും ചെയ്യണോ? ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു എക്സാം തന്നെ എഴുതണം. ഇനി CGL എഴുതണോ അതോ PSC എഴുതണോ അതോ നമ്മൾ നെറ്റ് എക്സാം എഴുതണോ? ഏത് എക്സാം എഴുതണോ എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ ആ സമയത്ത് പറയുന്നതാണ് ഐ ആം കൺഫ്യൂസ്ഡ്. ഐ ആം കൺഫ്യൂസ്ഡ് എന്ന് പറയും. ഐ ആം കൺഫ്യൂസ്ഡ്. ഐ ആം പെർപ്ലെക്സ്ഡ്. അതിന് പകരം നമുക്ക് പറയാൻ പറ്റുന്ന വാക്കാണ് എന്താണ്? ഐ ആം പെർപ്ലെക്സ്ഡ്. ഐ ആം പെർപ്ലെക്സ്. അപ്പം ഐ ആം കൺഫ്യൂസ്ഡ് എന്ന് വേണമെങ്കിലും പറയാം. അത് നമ്മൾ കോമൺ ആണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ ഐ ആം പെർപ്ലെക്സ്ഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്താണ്? രണ്ടും സെയിം മീനിങ് ആണ് അല്ലെ? കുറച്ചും കൂടി നല്ലൊരു ഇതുണ്ട്. ഇനി നോക്കൂ, ഐ ആം കൺഫ്യൂസ്ഡ് പകരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഐ ആം പെർപ്ലെക്സ്ഡ്. ഇനി നോക്കൂ, ഐ ആം റിലാക്സ്ഡ്. ഐ ആം റിലാക്സ്ഡ്. റിലാക്സ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് സമാധാനമായിട്ടിരിക്കത്തില്ലേ, ആ സമയത്ത് പറയുന്നതാണ് ഐ ആം റിലാക്സ്ഡ്. ഐ ആം റിലാക്സ്ഡ്.
നോക്കൂ, ഐ ആം റിലാക്സ്ഡ്. ഇതിന്റെ എന്താ അഡ്വാൻസ് വെർഷൻ ആണ് ഐ ഫീൽ അറ്റ് ഈസ്. ഐ ഫീൽ അറ്റ് ഈസ്. അതായത് എനിക്കിപ്പോ സമാധാനമായെന്ന് പറയില്ലേ, ഇനിയിപ്പോ എന്തെങ്കിലും ജോലി അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു പ്രോജക്റ്റ് എഴുതി കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഹോംവർക്ക് എഴുതി കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ എക്സാം കഴിഞ്ഞു, ആ സമയത്ത് നമ്മൾ പറയാം ഐ ആം റിലാക്സ്ഡ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ഈ വലിയ ആൾക്കാരാണെങ്കിൽ നമ്മുടെ മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, കഴിപ്പിച്ചു കൊടുത്തു, അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയും റിട്ടയർഡ് ഒക്കെ ആയി, അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയും ഐ ആം റിലാക്സ്ഡ് എന്ന് പറയും. അതുപോലെ അതിന് നമുക്ക് അഡ്വാൻസ് ആയിട്ട് എന്ത് പറയാൻ പറ്റും? ഐ ഫീൽ അറ്റ് ഈസ് എന്ന് പറയാൻ പറ്റും. ഇന്ന് നോക്കൂ, ഐ ആം ലോൺലി. ഐ ആം ലോൺലി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഒറ്റയ്ക്കാണ്, അല്ലെ? ഇപ്പം നമ്മൾ ചില സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്കായി പോയ പോലെ തോന്നില്ലേ, ആരും സ്നേഹിക്കുന്നില്ല എന്നൊക്കെ തോന്നുമ്പോൾ, അല്ലെങ്കിൽ ലവേഴ്സ് ഒക്കെ ഇട്ടിട്ട് പോകും, ആ സമയത്ത് നമ്മൾ പറയട്ടെ ഐ ആം ലോൺലി എന്നൊക്കെ പറയാറുണ്ട്. അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഐ ഫീൽ ഐസൊലേറ്റഡ്. ഐ ഫീൽ ഐസൊലേറ്റഡ്. ഐസൊലേഷൻ എന്നൊക്കെ കേട്ടില്ല? ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട വാർഡ് അല്ലേ? നമ്മൾ വേറെ ആർക്കും രോഗം പകരാതിരിക്കാൻ വേണ്ടി ഒറ്റപ്പെടുത്തി കിടത്തുന്നതിനാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഐ ഫീൽ ഐസൊലേറ്റഡ്. മനസ്സിലായി? ഐ ആം ലോൺലി എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഐ ഫീൽ ഐസൊലേറ്റഡ് എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് എന്താ പറയാ? ഉറങ്ങാൻ പോകുമ്പോൾ ഐ ഗോ ടു ബെഡ്. ഞാൻ ഉറങ്ങാൻ പോവാണ്, ഐ ഗോ ടു ബെഡ്. ഐ റിട്ടയർ ഫോർ ദ നൈറ്റ്. നമുക്ക് അതിനെന്ത് പറയാൻ പറ്റും? ഐ ഗോ ടു ബെഡ് എന്ന് പറയാതെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഐ റിട്ടയർ ഫോർ ദ നൈറ്റ് എന്ന് പറയാൻ പറ്റും. നമുക്ക് ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ഐ ഗോ ടു ഫോർ ബെഡ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഐ റിട്ടയർ ഫോർ ദ നൈറ്റ് എന്ന് പറയാം. ഇനി താങ്ക് യു വെരി മച്ച്. നമ്മൾ എല്ലാത്തിനും താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച് എന്ന് പറയില്ലേ? അതിന് പകരം അല്ലെ താങ്ക് യു എന്ന് പറയാം, അല്ലെ താങ്ക് യു വെരി മച്ച് എന്ന് പറയാം. അതിന് പകരം നമുക്ക് കുറച്ചും കൂടി വൃത്തിയായിട്ട് ഐ ആം ട്രൂലി ഗ്രേറ്റ്ഫുൾ എന്ന് പറയാം. ഐ ആം ട്രൂലി ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ കൈൻഡ്നസ്, അല്ലെങ്കിൽ ഫോർ യുവർ ഹെൽപ്പ്, എന്ത് വേണമെങ്കിലും പറയാം. ഐ ആം ട്രൂലി ഗ്രേറ്റ്ഫുൾ. ഐ ആം ട്രൂലി ഗ്രേറ്റ്ഫുൾ. ഇനി നിങ്ങൾ താങ്ക് യു വെരി മച്ച് പറയില്ല. നമ്മളിനി ഇന്നത്തെ ദിവസം ആദ്യം എന്താ ചെയ്യുക? നമ്മൾ ഇത് മാത്രം പറയും. ഇനി നമ്മൾ താങ്ക് യു വെരി മച്ച് പറയില്ല. ഐ ആം ട്രൂലി ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ കൈൻഡ്നസ്, അല്ലെങ്കിൽ ഫോർ യുവർ വർക്ക്, ഫോർ യുവർ ഹെൽപ്പ് എന്ന് നമ്മൾ പറയും ഇന്ന് ഫസ്റ്റ് ദിവസം. അടുത്ത ദിവസം എന്ത് പറയണം? ഐ ഗോ ടു ബെഡിന് പകരം ഐ റിട്ടയർ ഫോർ ദ നൈറ്റ് എന്ന് പറയും. എന്നിട്ട് അടുത്ത ദിവസമോ അതിന് മുന്നേ പഠിച്ച ഐ ആം കൺഫ്യൂസ്ഡിന് പകരം ഐ ആം പെർപ്ലെക്സ്ഡ് എന്ന് പറയും. ഐ ആം കൺഫ്യൂസ്ഡ് എന്ന് പറയില്ല, ഐ ആം പെർപ്ലെക്സ്ഡ്. നമ്മളിത് സെന്റൻസ് ഒക്കെ ഉണ്ടാക്കുക. ഇത് നമ്മൾ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്മൂത്ത് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ. ആരും വിചാരിക്കേണ്ട നമ്മൾ മിണ്ടാതെ എങ്ങനെ പഠിപ്പിക്കുന്നത് കേട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കും എന്ന് ആരും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണേ നിങ്ങൾ തന്നെ സംസാരിക്കണം. അല്ലെങ്കിൽ നീന്താൻ നിങ്ങൾ ബുക്ക് വായിക്കുന്ന പോലെ വായിപ്പും, അല്ലെങ്കിൽ ആരും പറഞ്ഞു തരണം നിങ്ങൾ കൈയെടുത്ത് ഇങ്ങനെ ഇട്ട് നീന്തുക എന്ന് പറയും പോലെ പോയിട്ട് വെള്ളത്തിൽ ചാടി നീന്താൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മളിത് സംസാരിച്ചില്ലെങ്കിൽ ഒരിക്കലും സംസാരിക്കാൻ പഠിക്കില്ല. നമ്മൾ അതിന് ഒരു സറൗണ്ടിങ്സ് നമ്മൾ തന്നെ ഉണ്ടാക്കുക. നമ്മൾ അറിയുന്ന ഫ്രണ്ട്സിനോട് ആരെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് അരമണിക്കൂർ ഡെയിലി സംസാരിക്കുക. ഡെയിലി ഒരു 10-20 മിനിറ്റെങ്കിലും നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യണം. പിന്നെ ലിസണിങ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ലിസണിങ് കൂടെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അധികം നീട്ടുന്നില്ല. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഞാൻ എന്ത് പറയും? ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ പേഷ്യൻസ് എന്ന് പറയും. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ പേഷ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ നിർത്തുവാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. സീ യു സൂൺ.